ഈ ഊതിന്റെ ഫ്രാഗ്രൻസസ് ഒക്കെ മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊത് ഫ്രാഗ്രൻസ് ഒന്നും ഒരുപാട് യൂസ് ആക്കാത്തവർക്ക് അതിനെപ്പറ്റിയുള്ള ചില തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും. ആദ്യം പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഊത് ഫ്രാഗ്രൻസ് സ്മെല്ല് ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എല്ലാ ഊത് ഫ്രാഗ്രൻസും ഇങ്ങനെയാണ് സ്മെല്ല് ചെയ്യണേന്ന്. നമ്മുടെ കയ്യിലുള്ള ഈ 3 പെർഫ്യൂംസിലും ഊതുണ്ട്. ഒന്ന് അഹമ്മദ് അൽ മഗ്രിബിയുടെ ഊദാൻ റോസസ്, അതുപോലെ തന്നെ അടുത്തത് ചോപ്പാട് ഊദ് മലാക്കി, അതുപോലെ തന്നെ ബിൻ ഷെയ്ഖ് ബൈ അഹമ്മദ് അൽ മഗ്രിബി. പക്ഷേ ഈ 3 പെർഫ്യൂംസിലും ഊത് ബ്ലെൻഡ് ചെയ്തേക്കുന്നത് 3 രീതിയിലാണ്. നിങ്ങളിനി ഊതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നതാണ് അഹമ്മദ് അൽ മഗ്രിബിയുടെ ഊദ് ആൻഡ് റോസസ്. തുടക്കക്കാരൻ വരുത്തോളം അവർക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു ഊത് ഫ്രാഗ്രൻസ് ആണെന്ന് തോന്നുന്നത്. കാരണം ഇതില് നല്ല ലൈറ്റ് ഊതാണ്. ഊതുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊതുണ്ട്, പക്ഷെ അങ്ങനെ അത്ര സ്ട്രോങ് അല്ല. കാരണം ഇതിനകത്തുള്ള റോസിന്റെ നോട്ട് ഈ പെർഫ്യൂമിനെ എന്താക്കുന്നുണ്ട്, ഒന്നുകൂടെ എലഗൻറ്റ്, അതുപോലെ തന്നെ കുറച്ച് വെയറബിൾ ആക്കുന്നുണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ് ആക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബ്ലെൻഡ് വരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ചോപ്പാണ്ട് ഊദ് മലാക്കിലോട്ട് വരുമ്പോൾ. ഇതിൽ അവർ ഊതിനെ അതിൻ്റെ ഒരു ട്രഡീഷണൽ രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്തേക്കുന്നത്. ശരിയാണ്. ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ റിച്ച് ആണ്, അതുപോലെ തന്നെ കുറച്ചും കൂടെ ഡീപ്പാണ്. നല്ല ശരിയായ ഒരു വുഡി ഫീൽ നമുക്ക് തരുന്നില്ലേ, ആ ടൊബാക്കോൻ്റെ ഒക്കെ ഒരു ഫീൽ വരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഒരു സ്ലൈറ്റ് സ്വീറ്റ്നെസ് ഇതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇതിന് നല്ല രീതിയിലൊരു എലഗൻസ് ഇതിന് കൊടുക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്, പക്ഷേ കുറച്ചും കൂടെ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്ത് ഇത് നിങ്ങൾക്ക് വെയറബിൾ ആയിട്ട് തോന്നും. ഇനി ബിൻ ഷെയ്ഖിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഊതിനെ പറ്റിയുള്ള എല്ലാ കാഴ്ചപ്പാടും മാറ്റിമറിച്ചൊരു പെർഫ്യൂമാണ്. കാരണം ഞങ്ങൾ ഈ ഊദാൻ റോസസ് ഒക്കെ ഇതുപോലത്തെ ലൈറ്റ് ആയിട്ടുള്ള സ്വീറ്റ് ഊത് ഫ്രാഗ്രൻസ് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഇത് മേടിച്ചപ്പോൾ ഇതിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ ഞങ്ങൾക്ക് ഒരു അനിമാലിക് അല്ലെ ഒരു സ്കങ്കി ആ ഒരു സ്മെല്ല് ഞങ്ങൾ ഫീൽ ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതെന്താ സ്മെല്ല് ചെയ്യുന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ശരിയായ ഊതിലോട്ട് വരുമ്പം അതെന്താണ് അത്ര അപ്രോച്ചബിളും അതുപോലെ അത്ര വെയറബിളും ആയിരിക്കില്ല. അത് കുറച്ചും കൂടെ സ്കങ്കി ആൻഡ് കുറച്ചൊരു ഡാർക്ക് അല്ലേ ആ ഒരു സൈഡിലാണ് നിൽക്കണേ. ഈ 3 ഫ്രാഗ്രൻസും അടിപൊളിയാണ്. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഈ ഊതിനെ അപ്രോച്ച് ചെയ്യണ രീതിയാണ് ഇതിൽ പ്രശ്നം. അതെ, അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഊതിനെ പറ്റി കൂടുതൽ അറിയില്ല എന്നുള്ളതാണ്. സോ ഇപ്പം നമ്മളും ഒരുപാട് അറിഞ്ഞിട്ടല്ല, നമ്മളിപ്പോൾ ഊതിനെ കൂടുതൽ ഫ്രാഗ്രൻസസ് ഒക്കെ നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഏറ്റവും മോസ്റ്റ് വെയറബിൾ ആയിട്ട് തോന്നിയത് ഇത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത്, അത് കഴിഞ്ഞിട്ട് അത്ര ഇഷ്ടമുള്ളവർക്കാണ് ബിൻ ഷെയ്ഖ്.